ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. അതായത് സെക്കൻഡ് ഡെലിവറി സ്റ്റോറിയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തേനേക്കാളും എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു സെക്കൻഡ് സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടാലോ. അതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് പ്രഗ്നൻസി വേണ്ടിയിട്ട് ഞാൻ ജനറൽ ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്ത്. മറ്റൊന്നും കൊണ്ടല്ല, ഫസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പൈസയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് അത്രയും റേറ്റ് കുറവായിരിക്കും. കുറച്ച് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല, നല്ലൊരു ഡോക്ടർ ഗൈനക്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് പോകുന്നതും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കോവിഡ് വന്നതിന് ശേഷം എനിക്ക് പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വന്നു. അലർജി പ്രശ്നങ്ങൾ വന്നു. നന്നായിട്ട് പെട്ടെന്ന് ബ്ലഡിൽ ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ശ്വാസം മുട്ടലൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ഒരു ടൈം തൊട്ട് ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് പിന്നെ മിക്കവാറും ഹോസ്പിറ്റലിൽ നെബുലൈസേഷനൊക്കെ ചെയ്തു. ആ സമയത്ത് നമുക്ക് ടാബ്ലറ്റ്സ് ഒന്നും അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നെബുലൈസേഷനൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. കാരണം ആളിലുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് എന്ത് വന്നാലും ആൾ നോക്കിക്കോളും, നമുക്ക് ടെൻഷൻ ആവണ്ടല്ലോ എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ട് ഞാനും അങ്ങനെ ഡോക്ടറെ കാണാൻ പോയത്. അങ്ങനെ നമ്മളെ ആ ഒരു പ്രഗ്നൻസിയിൽ ഏകദേശം ഒരു 7th മന്തൊക്കെ ആയ സമയത്ത് സ്കാൻ ചെയ്തപ്പം കുഞ്ഞിന് കുറച്ച് വെയിറ്റ് ഒക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, എനിക്ക് ഒരു ശ്വാസം മുട്ടലും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ഒരു 8th മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഡെലിവറി പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ പല ഡേ ഇൻ മൈ ലൈഫിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ ഡെലിവറി പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ ഹോർമോൺ ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെലിവറി ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് റിസ്ക് ഉണ്ട് ഡെലിവറി ഒന്നും ആവാതിരിക്കാൻ. അതുകൊണ്ട് ഒരു 36 വീക്സ് വരെ ഈ ഒരു പ്രഗ്നൻസി കൊണ്ടുപോകണം എന്ന് ഡോക്ടർ പറഞ്ഞ്. നമ്മുടെ ഡേറ്റ് വരുന്നത് മാർച്ച് 14 പക്ഷേ നമുക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ 36 വീക്സിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഫെബ്രുവരി 24 അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. നമ്മളങ്ങനെ അഡ്മിറ്റ് ആവുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ജനറൽ ഹോസ്പിറ്റലിലെ കാര്യം എന്ന് പറയുന്നത്. പ്രൈവറ്റിൽ നമ്മൾ പോയിട്ടുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അഡ്മിറ്റ് ആവാൻ ചെന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ആൾക്കാരൊക്കെ പണ്ട് തൊട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും വൃത്തിയില്ല, അല്ലെങ്കിൽ അവർ നല്ല നീറ്റായിട്ടൊന്നും നോക്കത്തില്ല. അതുപോലെ തന്നെ നഴ്സുമാരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളോട് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും. അങ്ങനെ പല 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 നെഗറ്റീവ് ഇമേജുകളായിരുന്നു വന്നത്. പക്ഷേ ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വെറും അസംബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലാണ് പോയത്. നല്ല നീറ്റായിട്ടുള്ള ആ ഒരു റൂമാണേലും ആ ഒരു പരിസരമൊക്കെ ആണെങ്കിലും നല്ല നീറ്റ്. നമ്മുടെ ആ നേഴ്സുമാരൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നന്നായിട്ട് കെയർ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ഒരു ജനറൽ ഹോസ്പിറ്റൽ. ഇപ്പോഴും ഞാൻ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഡെലിവറിയുടെ കാര്യം അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ കാര്യം പറയുമ്പോഴേ ഞാൻ പറയും, നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ പോയാൽ മതി. കാരണം അവിടെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഞാൻ 2 ഹോസ്പിറ്റലിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അവിടുത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. അവർ ചെയ്യുന്ന രീതികളും എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം എല്ലാ ഹോസ്പിറ്റലും ഇതുപോലെ ആയിരിക്കണം എന്നില്ല, പ്രൈവറ്റിലാണെങ്കിലും എല്ലായിടത്തും ഇതുപോലെ ആയിരിക്കണം എന്നില്ല. ഗവൺമെൻറ്റും അതേപോലെയാണ്. പക്ഷേ ഞാൻ പോയി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ നമ്മളെ നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അഡ്മിറ്റൊക്കെ ആയി നമ്മൾ തലേദിവസം അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 8 മണിയാകുമ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമുക്ക് ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് പെയിൻ, അല്ല എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ പ്രൊസീജിയറുകൾ എന്നൊക്കെയുള്ള ഏകദേശം ഒരു ഐഡിയ ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഡെലിവറിക്ക് പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ഡെലിവറിക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് എന്താണെങ്കിലും വേദനയാണ്, വേദന അനുഭവിക്കണം, ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കൂടെയുള്ള എല്ലാവരും തന്നെ സെക്കൻഡ് ഡെലിവറിക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കും ആ സെയിം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയൊക്കെ കൂടിയാണ് പോകുന്നത്. 8 മണി സമയത്ത് നമ്മൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയെങ്കിൽ പോലും ഇടയ്ക്ക് കുറച്ച് അർജൻറ്റ് ഓപ്പറേഷനുകളൊക്കെ വേണ്ടി വന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഡെലിവറിയുടെ കുറച്ച് ലേറ്റ് ആവേണ്ടി വന്നു. ഏകദേശം ഒരു 11 മണി ഒക്കെയോട് കൂടിയാണ് ഡെലിവറിയുടെ ഓരോ ഓപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ 3ാമത്തെ ആളായിരുന്നു. അങ്ങനെ ഞാൻ 3ാമത്തെ ആൾ ഞാൻ കയറി നോക്കിയപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഭയങ്കര ചില്ലിങ്. അതിനകത്ത് ഒരു ടെൻഷനും ഇല്ല. അവരൊക്കെ ഭയങ്കര കമ്പനി അടിച്ച്, ബാക്കി അനസ്തേഷ്യ ഡോക്ടറാണേലും അവരൊക്കെ ഭയങ്കരമായിട്ട് കൂളായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാനിത് ഫസ്റ്റ് ഒരു ഇതാണ്, തിയേറ്ററിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് ഇതായിട്ടൊരു ഒബ്സർവേഷൻ റൂം, അവിടെയാണ് എല്ലാവരും ഭയങ്കര ചില്ലായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ആലോചിച്ചു, ദൈവമേ ഇവർക്കെന്താ യാതൊരു ടെൻഷനില്ലാത്ത. ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളതല്ലേ, ചെയ്യുന്ന ആൾക്കാർക്കും
കയറുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇവർക്ക് ടെൻഷനൊന്നുമില്ല, ഇവരെന്ത് ഇത്രയും കൂളായിട്ടൊക്കെ ഇരിക്കുന്നത്, അങ്ങനെയുള്ള പല ചിന്തകളാണ് ആ സമയത്ത്. അപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പുറത്ത് വെയിറ്റർ കയറിയിട്ട് അനസ്തേഷ്യ എന്ന് പറഞ്ഞ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അനസ്തേഷ്യ എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലിങ്ങനെ നമ്മളെ കുനിച്ച് വളച്ച് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് കിടത്തിയിട്ട് ഫുൾ ഉരുട്ടി വളച്ചെടുത്തിട്ടാണ് ഇവർ അനസ്തേഷ്യ എടുത്തത് പോലും. അതും അനസ്തേഷ്യ കുത്തിയെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല, അത്രയും പെയിൻലെസ് ആയിട്ടാണ് അവർ ആ സംഭവം ചെയ്തത്. ആ ഒരു നടുവിന് ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. മരപ്പ് കയറി തുടങ്ങിയ സെക്കൻഡിൽ തന്നെ ഡോക്ടർ ഇതാ എല്ലാം ആയിട്ട് വന്ന് പടപടയെന്ന് പറഞ്ഞ പരിപാടികളെല്ലാം തുടങ്ങാനായിട്ട് റെഡിയായി വന്നു. മരപ്പായി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഈ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഒന്ന് യൂട്യൂബും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. സിസേറിയൻ എന്ന് പറയുന്നത് നമ്മൾ 7 ലെയറാണ് കീറുന്നത്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഡോക്ടർ വന്ന് കീറാനായിട്ട് കത്തി എടുത്തപ്പോൾ തന്നെ ഞാൻ എണ്ണാൻ തുടങ്ങി. എടുത്തപ്പോൾ തന്നെ കുഞ്ഞ് ഭയങ്കര കരഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് മുന്നേ കയറിയ പറഞ്ഞ ഒരാളുടെ കുഞ്ഞ് ഇതേപോലെ തന്നെ എടുത്തപ്പോൾ കരഞ്ഞില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നെബുലൈസേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് കുഞ്ഞ് കരയുന്നത്. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു. കുഞ്ഞിനെ എടുത്തപ്പോൾ തന്നെ കുഞ്ഞ് കരഞ്ഞപ്പം അത്ര ആശ്വാസം, ഓക്കെ ആണല്ലോ എന്നുള്ള ഇതിൽ അത്ര ആശ്വാസമായി. പിന്നത്തെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്ത് കുഞ്ഞാന്നുള്ളതാണ്. കാരണം ആദ്യത്തേത് മോനാണ്, എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ആഗ്രഹം മോളെയാണ്. പിന്നെ എന്താണേലും നമുക്ക് ഓക്കെ എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. മാത്രമല്ല ചേട്ടൻ്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഇതും ഉണ്ടായിരുന്നു ആ കൂടെ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതും പെൺകുട്ടിയാണെന്നാണ്. അങ്ങനെ ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇവരൊന്നും പറയുന്നില്ല. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നു. കുഞ്ഞ് നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നത് ഞാൻ അകത്ത് തിയേറ്ററിൽ കിടന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെലിവറിയും കൂടി ഈ കൂടെ നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അതിൻ്റെ പ്രൊസീജിയറും ഈ കൂടെ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എന്താണ് ഈ കുഞ്ഞിൻ്റെ കാര്യമൊന്നും പറയാത്തത്, ഇതെന്ത് കുഞ്ഞാണ്, കുഞ്ഞ് കരയുന്നുമുണ്ട്, ഇതെന്താ എന്നോടൊന്നും പറയാത്തത്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് വന്നിട്ട് ഞാൻ ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് എന്ത് കുഞ്ഞാണെന്ന്. അപ്പം ആൾ പുറത്തിറങ്ങിയിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു തനിക്ക് പെൺകുഞ്ഞാടോ എന്ന് പറഞ്ഞു. സമാധാനം, അയ്യോ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ആയല്ലോ. എന്നിട്ട് പിന്നെ ഈ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്സർവേഷനിലേക്ക് മാറ്റി. അപ്പം ഫുൾ മരച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊന്നും അറിയുന്നില്ല. ഫുള്ളിങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ കഴുത്തൊക്കെ ചുറ്റി ഫുള്ള് കാണുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫുള്ള് കഴുത്തിന് താഴോട്ട് മരച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം നന്നായിട്ട് വന്നു. അതെനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ശ്വാസം എടുക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്നു. ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വായൊക്കെ തുറന്നിങ്ങനെ എടുക്കുന്നത് കണ്ടിട്ട് സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, ഫുള്ളായിട്ട് ഇങ്ങനെ എൻ്റെ ചങ്കൊക്കെ ഭയങ്കര അടഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു താൻ എന്താടുണ്ട് മിണ്ടാത്തെ, താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ടേ, കാരണം നമുക്ക് ഡോക്ടറിനോട് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആ ഒരു അനസ്തേഷ്യയുടെ ആ ഒരു മരപ്പിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും, എന്നാലും ഒന്ന് കയ്യുമൊക്കെ ഒന്ന് ചൂടാക്കി അത്യാവശ്യം അവരങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഇതേ പ്രശ്നം വന്നു. പക്ഷേ അതും ഇതേപോലെ നമുക്ക് ഫുൾ അടഞ്ഞിരിക്കുന്ന ഫീൽ ചെയ്തപ്പോൾ ഡോക്ടർ ഇതേപോലെ കൈയൊക്കെ ചൂടാക്കി ഇങ്ങനെ ചങ്കൊക്കെ തിരുമ്മി തരുകയൊക്കെ അന്ന് ചെയ്തു. അപ്പോൾ ഇതും അതേപോലെ തന്നെ സിസ്റ്റർമാരൊക്കെ വന്നിട്ട് അതേപോലെ എനിക്ക് ചെയ്തൊക്കെ തന്നു. എന്നിട്ടും എനിക്കങ്ങ് വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് വായൊക്കെ തുറന്നിട്ടാണ് ഇങ്ങനെ ശ്വാസമൊക്കെ വലിച്ചൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. നേരെ നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം ഫുൾ ഒബ്സർവേഷൻ റൂമിലാണ്. അതിന് ശേഷം പിറ്റേ ദിവസമാണ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറക്കി ഒരു 10 മിനിറ്റ് അവിടെ ഒരു ഒബ്സർവേഷനിൽ ആക്കിയതിന് ശേഷം നേരെ അമ്മയും കുഞ്ഞിനെയും കൂടെ നമ്മുടെ ഓപ്പറേഷൻ്റെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. നമ്മൾ റൂമൊന്നും എടുത്തില്ല, ഓപ്പറേഷൻ്റെ വാർഡിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ആംബുലൻസിൽ കയറുന്നത്, അതും ഞാനൊരു പേഷ്യൻ്റായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേരെ നമ്മൾ വാർഡിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് താഴോട്ട് ഇറങ്ങി വരണം. അത് നമുക്ക് അല്ലാതെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അവർ നല്ലപോലെ നമുക്ക് ഇൻഫെക്ഷനൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആംബുലൻസിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുഞ്ഞിനെ അമ്മയൊക്കെ കൂടിയിട്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഹസ്ബൻഡും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് എന്നെ സ്ട്രെച്ചറിൽ നിന്ന് ഈ ഒരു ആംബുലൻസിലേക്കൊക്കെ ആക്കുന്നു. ഹസ്ബൻഡ് അനിയനും എൻ്റെ അനിയനും കൂടെ കൂടിയിട്ടാണ് ഷിഫ്റ്റൊക്കെ ചെയ്തത്. അങ്ങനെ ആംബുലൻസിലോട്ട് കിടത്തി കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഒരു ഈ ഒരു അവസ്ഥ കിടക്കുന്നത് കണ്ടിട്ടാണ്, നമുക്ക് കഴുത്തൊക്കെ അനക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ അവരെല്ലാം അന്വേഷിച്ചു. എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്യാവശ്യം അവർക്കെല്ലാം ടെൻഷനുണ്ട്. അത് ആംബുലൻസിലോട്ടൊക്കെ ആക്കിയപ്പോഴത്തേനും ഒന്നുകൂടെ ടെൻഷനായി കാണും. പുറത്ത് അമ്മയും ചേട്ടൻ്റെ അമ്മയും ഒക്കെ എല്ലാവരും ഉണ്ട് പുറത്ത്. അവരെയും ഞാനിങ്ങനെ കയറ്റിയ ഈ ആംബുലൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ കണ്ടപ്പോൾ അവരുടെ മുഖമൊക്കെ ആകെ ടെൻഷനായിട്ടിരിക്കുന്നു.
കാരണം ഇങ്ങനെ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ആംബുലൻസിലൊക്കെ ഇങ്ങനെ അതേപോലെ ഇങ്ങനെ കിടത്തിയൊക്കെ കൊണ്ടുവന്ന്. അതിൻ്റെ കൊണ്ടായിരിക്കാം എനിക്കും എന്തൊക്കെയോ പോലെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇതാണല്ലോ അവിടുത്തെ പ്രൊസീജിയർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷിഫ്റ്റൊക്കെ ചെയ്തു. ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ഒരു ഏകദേശം ഒരു 12:30 സമയമായിരുന്നു. നല്ല ചൂടുള്ള സമയമായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ചൂടടിച്ചപ്പോഴത്തേനും ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി. അത്യാവശ്യം മരപ്പൊക്കെ കുറച്ചൊന്ന് ആ ഒരു ചങ്കിൻ്റെ ഭാഗത്തെ മരപ്പൊക്കെ അത്യാവശ്യം കുറവൊക്കെ തോന്നി. അങ്ങനെ നന്നായിട്ട് ശ്വാസമൊക്കെ എടുക്കാൻ പറ്റി. നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ കൊണ്ടാക്കി എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചേട്ടൻ്റെ അച്ഛൻ എൻ്റെ മോനെയായിട്ട് വന്നിരുന്നു. പക്ഷെ അവൻ എന്നെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലായില്ല. ഒന്നാമത് നമ്മൾ വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇട്ട് ഇങ്ങനെ ഈ ഒരു തലയിലൊക്കെ തൊപ്പിയൊക്കെ വെച്ച് ഒരു മോന് മനസ്സിലായില്ല. അവൻ ഭയങ്കരമായിട്ട് കരയുവാണ്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അഡ്മിറ്റ് ആവാൻ വരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് അവൻ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ആ കാര്യത്തിൽ ഭയങ്കര വിഷമമൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് അവനെ കാണാമല്ലോ, അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പം ഓക്കെ ആണല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ അവൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവൻ എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കരയുന്നു. കാരണം ആ ഒരു അവസ്ഥയിൽ ആര് കണ്ടാലും അവർക്ക് ആ ഒരു ഫീലിങ്സ് തന്നെയാണ് ഉണ്ടാകുന്നത്. അമ്മമാരെന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു, ഇല്ല കുഴപ്പമില്ല, അവൻ അങ്ങനെ കണ്ടിട്ടാണെന്ന്. ഇങ്ങനെ അമ്മയാന്ന് പെട്ടെന്ന് മനസ്സിലായി കാണത്തില്ല, അതുകൊണ്ടാണ് സാരമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ ആശ്വസിപ്പിച്ചു. എങ്കിലും എൻ്റെ മനസ്സിൽ നമുക്ക് ആ ഒരു വിഷമമൊക്കെ തന്നെ ആയിരുന്നു. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പതിയെ ഈ അനസ്തേഷ്യയുടെ ആ ഒരു മരപ്പൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 4:20 ആയപ്പോഴത്തേനുമാണ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആയതിനു ശേഷമാണ് എനിക്ക് അവിടെ മരപ്പ് പതിയെ മാറാൻ തുടങ്ങിയത്. ഇത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മരപ്പ് മാറാൻ തുടങ്ങി, പെയിൻ പതിയെ ആവാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പം ഏകദേശം ഒരു 3-3:30 ആയപ്പോഴത്തേനും നല്ല പെയിനായി. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം വല്ലാതെ വിശന്നിരിക്കുന്നൊരു സമയമാണ്. തലേദിവസം നൈറ്റ് 10 മണിക്ക് ശേഷം ഫുഡും കഴിച്ചിട്ടില്ല, 12 മണിക്ക് ശേഷം വെള്ളവും കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും നല്ല ദാഹവും ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ നമുക്ക് പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ മാത്രമേ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. ക്ഷീണത്തിനല്ലേ ട്രിപ്പ് ഇടാൻ പറ്റുള്ളൂ, നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയത്താണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ അതെല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർമുലയാണ്, ബോട്ടിൽ ഫീഡാണ് അവർ ചെയ്തത്. പക്ഷേ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ അനസ്തേഷ്യയുടെ മരപ്പൊക്കെ മാറുന്നത് കൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഡെലിവറിക്കാരെ പോലെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പതിയെ സക്ക് ചെയ്ത് ഫീഡ് ചെയ്ത് തുടങ്ങിക്കോ എന്ന് അവിടുന്ന് സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു. നമ്മൾ പതിയെ ചെയ്തു തുടങ്ങി. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ആദ്യത്തേന് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. ഇവരുടെ ഈ ഒരു ഫോർമുലയ്ക്ക് വേണ്ടി അവരത് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ നഴ്സുമാർ രാത്രിയിലൊക്കെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവരതും ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. ഫോർമുല കൊടുക്കേണ്ട അവരാണ്, അതും ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവർ ചെയ്യുന്ന നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പതിയെ സക്ക് ചെയ്ത് ആ ഒരു ഫീഡിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പർ ആവാൻ 2 ദിവസം എടുക്കും. എങ്കിൽ പോലും ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പകുതിയോളം സമാധാനമായിട്ടുണ്ടായിരുന്നു എനിക്ക്. സമയം പോകുന്നതെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല, കാരണം പെയിൻ ഉള്ളതുകൊണ്ട്. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മയങ്ങിയിട്ട് ഈ 5 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും എൻ്റെ അമ്മയും കൂടാണ്. അപ്പോൾ അവരോട് 2 പേരോടും ഞാൻ സമയം എന്തായി എന്ന് ചോദിച്ചിരിക്കണം. കാരണം എനിക്കൊരു 5 മണി ആയാൽ മതി, കുറച്ച് വെള്ളം കിട്ടിയാൽ മതി, എനിക്ക് വായൊന്ന് നനച്ചാൽ മതി എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ 5 മണിയായി. നമുക്ക് ചൂടുവെള്ളമാണ് തന്നത്. ആ വെള്ളം കുടിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ എന്തൊരാശ്വാസമായിരുന്നറിയോ. അതിന് ശേഷം പിന്നെ പതിയെ നമ്മൾ ചായയൊക്കെ ആയിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് മോനെ കാണിക്കാൻ ഒരു തവണ കൊണ്ടുവന്നപ്പോഴും ഞാനാണെന്ന് മനസ്സിലായി. പക്ഷേ എനിക്കെന്തോ പറ്റി എന്നുള്ള രീതിയിൽ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അതാണ് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം. മോന് എൻ്റെ അടുത്ത് അടുക്കുന്നില്ലല്ലോ, അവൻ എന്താ എന്നെ മനസ്സിലാവാത്തതുകൊണ്ടാണോ, അതോ അവൻ എൻ്റെ അടുത്ത് ഇനി അടുക്കുവേലേ, അങ്ങനെയുള്ള ഭയങ്കര വിഷമങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മോനെയും കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ അവനെയും കൊണ്ടുവന്ന് പിന്നെ എനിക്ക് ടെൻഷൻ മൊത്തം ഈ വാവയോടുള്ള ഇവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു. നമ്മൾ പ്രഗ്നൻസിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൻ്റെ വാവയാണ്, മോൻ്റെ കൂടെ കളിക്കാനുള്ള വാവയാണ്, മോൻ്റെ കൂടപ്പിറപ്പാണെന്നൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്ന് കഴിയുമ്പോൾ കുഞ്ഞിന് ഇനി എന്താവും, ഇനിയിപ്പം സ്വാഭാവികമായിട്ടും മൂത്ത കുട്ടിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും കാര്യങ്ങളും തോന്നും. ഇനി പ്രഗ്നൻസി ലാസ്റ്റ് ആയ സമയത്ത് മോന് കൂടുതലും അറ്റാച്ച്മെൻറ്റ് എന്നോടായിട്ടുണ്ടായിരുന്നു.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിനി പോയി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് അവൻ മാറിക്കഴിയുമ്പോൾ അവൻ പിന്നെ എൻ്റെ അടുത്ത് വരാതിരിക്കുമോ, എന്നോടുള്ള സ്നേഹം കുറയുമോ, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. ഇനി വാവ വരുമ്പോൾ ഞാൻ വാവയെ എടുക്കുമ്പോൾ അവന് അത് ഫീൽ ചെയ്യുമോ, അവൻ എങ്ങനെ റിയാക്ട് ചെയ്യും, അവൻ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ, അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല, മോന് ഭയങ്കര ഇഷ്ടം കാര്യങ്ങളൊക്കെ ആയി അങ്ങ് പോയി. പിന്നെ വാവ ഉണർന്നിരിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേന് പതിയെ നമ്മൾ വാവയും കൂടെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മോനിങ്ങനെ ചെറിയൊരു അലമ്പൊക്കെ ആവാൻ തുടങ്ങി. വാവേനെ വലുതായിട്ട് ഉപദ്രവിക്കാനല്ല, പക്ഷെ അവൻ്റെ മനസ്സിൽ അവന് കൂടുതലും കുരുത്തക്കേടുകളൊക്കെ കാണിക്കാൻ തുടങ്ങി. അവനിലേക്ക് കൂടുതൽ ശ്രദ്ധ വരാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും എനിക്ക് ടെൻഷനായി തുടങ്ങി. മറ്റു വീഡിയോ എന്ന് പറയുന്നത്, അതായത് ഇളയ കുട്ടി വന്നു കഴിഞ്ഞാൽ മൂത്ത കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അതാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ, അല്ലെങ്കിൽ ഞാനും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.